ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരളത്തിലെ സ്ഥാനാർത്ഥികളെ CPM പ്രഖ്യാപിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് 15 സ്ഥാനാർത്ഥികളെയും തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധി ഇത്തവണയും പ്രധാനമന്ത്രിയാകില്ലെന്ന് മലയാളികൾക്ക് മുൻകൂട്ടി അറിയാമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കാസർഗോഡ് MV ബാലകൃഷ്ണ മാസ്റ്റർ, കണ്ണൂർ MV ജയരാജൻ, വടകര KK ശൈലജ ടീച്ചർ, കോഴിക്കോട് എളമരം കരീം, മലപ്പുറം V വസീഫ്, പൊന്നാനി KS ഹംസ, പാലക്കാട് A വിജയരാഘവൻ, ആലത്തൂർ K രാധാകൃഷ്ണൻ, ചാലക്കുടി പ്രൊഫസർ C രവീന്ദ്രൻ മാസ്റ്റർ, എറണാകുളം KJ ഷൈനി ടീച്ചർ, ഇടുക്കി ജോയ്സ് ജോർജ്, ആലപ്പുഴ AM ആരിഫ്, പത്തനംതിട്ട ഡോക്ടർ TN തോമസ് ഐസക്, കൊല്ലം M മുകേഷ്, ആറ്റിങ്ങൽ V ജോയി. ഇതാണ് 15 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്. സംസ്ഥാന ദേവസ്വം പട്ടികജാതി വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണനാണ് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത്. മന്ത്രിയെ കൂടാതെ 3 CPM MLAമാരും ജനവിധി തേടുന്നു. ആറ്റിങ്ങലിൽ V ജോയ്, കൊല്ലത്ത് M മുകേഷ്, വടകരയിൽ KK ശൈലജ എന്നിവരാണ് സ്ഥാനാർത്ഥികളായ MLAമാർ. ഇതിൽ KK ശൈലജ മുൻ മന്ത്രിയും V ജോയ് പാർട്ടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമാണ്. മുൻമന്ത്രിമാരായ TM തോമസ് ഐസക്, C രവീന്ദ്രനാഥ് എന്നിവരാണ് യഥാക്രമം പത്തനംതിട്ട, ചാലക്കുടി എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ. ആലപ്പുഴയിൽ നിലവിലുള്ള MP AM ആരിഫ് വീണ്ടും ജനവിധി തേടും. രാജ്യസഭാംഗമായ മുൻമന്ത്രി എളമരം കരീമാണ് കോഴിക്കോട് മത്സരിക്കുക. പാലക്കാട് പാർട്ടി PB അംഗം A വിജയരാഘവൻ, എറണാകുളത്ത് KJ ഷൈൻ, ഇടുക്കിയിൽ ജോയിസ് ജോർജ്, മലപ്പുറത്ത് V വസീഫ്, പൊന്നാനിയിൽ KS ഹംസ, കണ്ണൂരിൽ MV ജയരാജൻ, കാസർഗോഡ് MV ബാലകൃഷ്ണൻ എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. കണ്ണൂർ, കാസർഗോഡ് മണ്ഡലങ്ങളിലും ജില്ലാ സെക്രട്ടറിമാരെയാണ് കളത്തിലിറക്കിയത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകില്ലെന്ന് ഇത്തവണ മലയാളികൾക്ക് നന്നായി അറിയാമെന്നും MV ഗോവിന്ദൻ തുറന്നു പറഞ്ഞു. ഇപ്രാവശ്യം ആരെങ്കിലും കേരളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആരും വിശ്വസിക്കുന്നില്ല. ജനം, തിരുവനന്തപുരം.